ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ ഉടനെ നമ്മൾ അടിപൊളി ഒരു കോഫി കുടിക്കാൻ പോവാണ് ഗൈസ്. കോഫി കുടിക്കാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അതിരാവിലെ ഒന്നും അല്ല. ആക്ച്വലി ഞാനൊരു രാവിലെ 5:30 ആകുമ്പോൾ ആദ്യം ഒന്ന് എണീച്ചിട്ട് മക്കള് സ്കൂളിൽ വിടുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി എണീറ്റിട്ടുള്ള രാവിലെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഗൈസ്. സോ നമുക്ക് ഒരു കോഫി കുടിക്കാം. പിന്നെ ഇത് ഇവിടെ കിച്ചൺ മൊത്തം അലമ്പായിട്ട് കിടക്കുക. രാവിലെ എണീച്ചിട്ട് കുറെ കുക്ക് ചെയ്തതും കഴിച്ച പാത്രങ്ങളും എല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കോഫി കുടിച്ചതിന് ശേഷം കാണാം. ഓക്കെ, നിങ്ങൾ എന്നെപ്പോലെ ഇങ്ങനെ തന്നെയാണോ കോഫി ഉണ്ടാക്കുന്നത്? ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഷുഗർ ഇട്ടിട്ട് ഓവനിലോട്ട് നേരെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 1 മിനിറ്റിൽ ഒന്ന് ചൂടാക്കി എടുക്കുവേ. അതിനുശേഷം നമ്മുടെ കോഫി പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കും. വേണമെങ്കിൽ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് ഒന്ന് പതപ്പിച്ചിട്ടും കുടിക്കും. നിങ്ങളിങ്ങനെ തന്നെയാണോ കോഫി ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ചോറ് വയ്ക്കുന്ന പരിപാടിയിലേക്ക് കടക്കുകയാണ്. കാരണം 11 മണിയായില്ലേ. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലോട്ട് കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ ചോറിന് ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് മീൻ കറി, അവിയൽ, മീൻ ഫ്രൈ ആക്കിയതെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. ഏതായാലും അരി നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാം. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തിട്ട് ഇങ്ങനെ ചതച്ചാട്ടോ എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും. ഇത് തടിയുടെ ആണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ട് കുറേ വർഷമായത്. ഒരു 10 വർഷത്തെ പഴക്കം ഈ ഒരു സാധനത്തിനുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചട്ടിയിലോട്ട് നേരെ എണ്ണ ഒഴിച്ചു. ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കുറച്ച് ഉലുവ ഇട്ട്, നമ്മൾ ചെറുള്ളിയാണ് സാധാരണ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ചെറുള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം സബോളയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ 1/2 പീസ് സബോളയുടെ പകുതി എടുത്തിട്ട് അതും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം. ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ മണം നല്ല അടിപൊളിയായിട്ട് വരും. മീൻകറി ഒന്നും വയ്ക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. ഈ മീൻകറി ഉണ്ടല്ലോ എൻ്റെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ അധികം ശരിക്കും പറഞ്ഞാൽ അധികം വെള്ളം ഒഴിക്കാതെ നമ്മൾ ആ മീൻ തന്നെ ഇട്ട് അങ്ങോട്ട് അതിനായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വരുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും മീനിൻ്റെ പീസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതിൻ്റെ ചാറാണ് ഇഷ്ടം. പീസ് ഞാൻ മാത്രമേ കഴിക്കലുള്ളൂ. സോ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് വെക്കും. ഓക്കെ, അപ്പം നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി ഇളക്കിയിട്ട് അടച്ച് വെക്കുകയാണ്. പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പുളി ഇടാൻ മറക്കരുത്. നമ്മൾ ട്രിവാൻഡ്രം സൈഡിലുള്ളവർ കുടംപുളി പിഴിഞ്ഞൊഴിക്കുകയോ ചെയ്യുന്നത്. അതേസമയം നമ്മൾ കോട്ടയത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം സൈഡിലുള്ളവർ മറ്റേ പുളിയില്ലേ, പിഴുപുളി, അത് പിഴിഞ്ഞൊഴിക്കും. കോട്ടയം സൈഡിലുള്ളവർ കുടംപുളി ഇടും. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റൈലിലാണ് ഫിഷ് കറി വെക്കുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ആക്കാനുള്ളത് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒരു പാത്രത്തിലോട്ട് അരിപ്പയിലോട്ട് അരിച്ചെടുക്കാം. അവിയലുണ്ടല്ലോ, ഞാൻ എപ്പോൾ വെച്ചാലും ആ ഒരു എന്താ പറയുക, നമ്മൾ നാട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് എന്തോ ഒരു ചേരുവ കുറവ് വരുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം നാട്ടിൽ പോയിട്ട് നമ്മളത് സെറ്റാക്കും. അത് നമ്മൾ ഉമ്മച്ചിയോട് ചോദിച്ചിട്ട് കറക്റ്റ് ചെയ്ത് അടിപൊളി അവിയലിലോട്ട് നമ്മൾ തിരിച്ചു വരും. ഇനി നമുക്കേ നമ്മുടെ ഇരുമ്പ് ചട്ടിക്കകത്തോട്ട് നല്ല എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അടിപൊളി മണമായിരിക്കും കേട്ടോ. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാതെ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ മസാല കുറച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണം. ആ മിക്സ് ചെയ്ത് വെച്ചതിൽ കുറച്ച് കൂടുതൽ മസാല ഇരുന്നോട്ടെ, പറ്റി പിടിച്ചിരിക്കുന്ന പോലെയല്ല, കുറച്ച് വെള്ളം പോലെ. എന്നിട്ട് ഈ ഫിഷ് അതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആ മസാല ഉണ്ടല്ലോ കുഴമ്പ് പോലുള്ള, അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ ചോറായി, ഫിഷ് കറിയായി, അവിയലായി, മീൻ ഫ്രൈ ചെയ്തതുമായി. ഈ മീൻ ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല പെരട്ടി ഫ്രൈ ആക്കി എടുത്ത സാധനം. അതായത് നമ്മൾ എന്താ പറയുക, നമ്മൾ തലേ ദിവസത്തെ മീൻ കറി ചട്ടിയിൽ ബാക്കിയുള്ളതിന് നല്ല ഡ്രൈ ആക്കി എടുക്കത്തില്ലയോ,
അതുപോലെ ആയിരിക്കും, പക്ഷെ കുറച്ച് മൊരിഞ്ഞൊക്കെ ഇരിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ടല്ലോ, നല്ല പുളിയിട്ട മീൻകറി, ചുമന്ന മീൻകറി ഒഴിച്ച് അവിയൽ ഒഴിച്ചിട്ട് ഇളക്കി അടിച്ചു കഴിഞ്ഞാൽ മോനെ വേറെ ലെവലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യുന്ന വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നുമല്ല, എങ്കിലും എന്താ പറയുക, എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന കറി ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഉമ്മച്ചി ആ കറിയൊക്കെ ഉണ്ടാക്കി തന്നത് കഴിച്ചതിൻ്റെ ടേസ്റ്റിൻ്റെ അതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വരുമ്പം ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ മടിയാണെങ്കിലും വേണ്ടിയില്ല, കുക്ക് ചെയ്ത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്ക് ചെയ്യുന്നതാട്ടോ. ചില ദിവസം പ്രാന്ത് കയറി കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഒരുമിച്ച് ഉണ്ടാക്കും, ചിലപ്പോൾ ഭയങ്കര കട്ട മടിയായിരിക്കും ഗൈസ്. ഇതെന്താ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ, നമുക്ക് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഒരു ഡെസേർട്ട് കഴിക്കാൻ തോന്നത്തില്ലേ? അപ്പോൾ എൻ്റെ മോൾക്ക് മാംഗോ സാഗു എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസേർട്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ അത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ തന്നെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ശരിയാവുമോ എന്നറിയത്തില്ല, പക്ഷേ നമ്മൾ അതിൻ്റെ ലെയറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നല്ലതാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിന്ന് ഉണ്ടാക്കിയതിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ള എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.